ഹായ് എവരിവൺ. ഫോർ ടെക്നോളജിയിൽ ലോകോത്തര കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യയിൽ ലഭ്യമായ കോഴ്സുകളും പഠന നിലവാരം പുലർത്തുന്ന സ്ഥാപനത്തെയും പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. പിന്നെ ഏറ്റവും വലിയ ഭക്ഷ്യവിപണികളിൽ ഒന്നായ ഇന്ത്യയിൽ ഈ മേഖലയിൽ വിദഗ്ധരായ പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിഫ്റ്റ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഹരിയാനയിലെ സോനിപത് ജില്ലയിൽ കുണ്ട്ലിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് പദവിയിലുള്ള സ്ഥാപനമാണ്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിഫ്റ്റ് ലോകോത്തര നിലവാരമുള്ള ലാബുകൾ, അത്യാധുനിക ഗവേഷണ സൗകര്യങ്ങൾ, മുൻനിര വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം എന്നിവയാൽ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാണ്. ഭക്ഷ്യശാസ്ത്രം, സാങ്കേതിക വിദ്യ, മാനേജ്മെന്റ് എന്നിവ കൃത്യമായി സമന്വയിപ്പിച്ച സിലബസ് വിദ്യാർത്ഥികളെ കേവലം ഉദ്യോഗാർത്ഥികളാക്കുന്നതിനപ്പുറം മികച്ച സംരംഭകരായും അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രൊഫഷണലുകളായും വളരാൻ പ്രാപ്തമാക്കുന്നതാണ്. BBA Honors in Data and Business Analytics, Integrated BTech plus MBA, BTech in Food Technology and Management, മറ്റ് ബിരുദാനന്തര ബിരുദ ഗവേഷണ കോഴ്സുകളും നിഫ്റ്റ് എന്ന സ്ഥാപനത്തിൽ ലഭ്യമാണ്. BBA in Data and Business Analytics ഓണേഴ്സ് കോഴ്സ് ഭക്ഷ്യവിപണിയിലെ ബിസിനസ് സാധ്യതകളും ഡാറ്റ അനലിറ്റിക്സും സമന്വയിപ്പിച്ചുള്ള ആധുനിക പഠന പദ്ധതിയാണ്. 12ാം ക്ലാസ്സിൽ ജനറൽ അല്ലെങ്കിൽ OBC NCL EWS വിഭാഗക്കാർക്ക് 60%, SC ST PWD വിഭാഗക്കാർക്ക് 55% മാർക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. 2026 CUET UG സ്കോർ അടിസ്ഥാനമാക്കിയാണ് ആകെ ലഭ്യമായ 30 സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നത്. ഇതിനായി ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവയ്ക്ക് പുറമെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ നിശ്ചിത ഡൊമൈൻ വിഷയങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ 40% സ്കോർ നേടണം. സംവരണ വിഭാഗക്കാർക്ക് ഇത് 35% മാത്രമേ ഉള്ളൂ. ഈ കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് വിവിധ ഘട്ടങ്ങളിൽ പഠനം അവസാനിപ്പിക്കാനുള്ള മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷനുകളും ലഭ്യമാണ്. ആദ്യ 2 വർഷം പൂർത്തിയാക്കി പുറത്തു പോകുന്നവർക്ക് ബിസിനസ്, ഡാറ്റ ഫണ്ടമെന്റൽസ് എന്നിവയിലുള്ള വൈദഗ്ധ്യത്തിന് ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ DBA നൽകി വരുന്നുണ്ട്. 3 വർഷം 6 സെമസ്റ്ററുകളിലായി പൂർത്തിയാക്കുന്നവർക്ക് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA ബിരുദവും 4 വർഷവും ഇന്റേൺഷിപ്പും പ്രൊജക്റ്റും ഉൾപ്പെടെ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് BBA ഹോണേഴ്സ് ബിരുദവുമാണ് ലഭിക്കുക. അടുത്തതായി ഇന്റഗ്രേറ്റഡ് BTech പ്ലസ് MBA, സാങ്കേതിക വിദ്യയും മാനേജ്മെന്റ് പാഠവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഉന്നത പഠന പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് BTech പ്ലസ് MBA എന്ന കോഴ്സിലൂടെ ലഭ്യമാകുന്നത്. ആകെ 30 സീറ്റുകൾ ലഭ്യമായ ഈ കോഴ്സിലേക്ക് പ്രവേശനം നടത്തുന്നതിന് 12ാം ക്ലാസ്സിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള അഗ്രിഗേറ്റ് മാർക്ക് ജനറൽ ഓർ OBC NCL EWS വിഭാഗക്കാർക്ക് 60%, SC ST PWD വിഭാഗക്കാർക്ക് 55% ഉണ്ടായിരിക്കണം. 2026 JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് ജനറൽ വിഭാഗത്തിന് 5 ലക്ഷത്തിന് താഴെയും സംവരണ വിഭാഗത്തിന് 7 ലക്ഷത്തിന് താഴെയുമാണെങ്കിൽ നിഫ്റ്റ് പോർട്ടൽ വഴി നേരിട്ട് അപേക്ഷിക്കാവുന്നതുമാണ്. പഠനത്തിന്റെ ആദ്യ 2 വർഷങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി 100.5 ക്രെഡിറ്റുകൾ കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി സർട്ടിഫിക്കറ്റോടെ കോഴ്സ് അവസാനിപ്പിക്കാവുന്നതാണ്. 5 വർഷത്തെ പഠനം പൂർത്തിയാക്കി ആകെ 247.5 ക്രെഡിറ്റുകൾ നേടുന്നവർക്ക് BTech ഫുഡ് ടെക്നോളജി, MBA ഫുഡ് ആൻഡ് അഗ്രിബിസിനസ് മാനേജ്മെന്റ് എന്നീ ഇരട്ട ബിരുദങ്ങൾ ലഭിക്കുന്നതുമാണ്. BTech FTM അഥവാ BTech ഇൻ ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് എന്ന പ്രോഗ്രാമിൽ ആകെ 200 സീറ്റുകളാണുള്ളത്. പ്രധാനമായും 2 രൂപത്തിലാണ് ഇതിലേക്ക് പ്രവേശനം സാധ്യമാകുക. 90 സീറ്റുകളിലേക്ക് ജോസ അല്ലെങ്കിൽ CSAB കൗൺസിലിംഗ് വഴി പ്രവേശനം ലഭിക്കും. JEE മെയിൻ സ്കോർ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിലൂടെ പ്രവേശനം നടത്തുന്നത്. ബാക്കി വരുന്ന 110 സീറ്റുകളിലേക്ക് നിഫ്റ്റ് നേരിട്ട് പ്രവേശനം നൽകുന്നു. ഇതിനായി JEE മെയിൻസ്, നീറ്റ് അല്ലെങ്കിൽ CUET UG 2026 സ്കോറുകൾ പരിഗണിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നിഫ്റ്റത്തിൽ നടപ്പാക്കിയിട്ടുള്ള മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ വഴി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ താല്പര്യമോ വ്യക്തിപരമായ സാഹചര്യങ്ങളോ പരിഗണിച്ച് വിവിധ ഘട്ടങ്ങളിൽ പഠനം അവസാനിപ്പിക്കാനും അവസരമുണ്ട്. ഈ സവിശേഷ സംവിധാന പ്രകാരം 2 വർഷത്തെ പഠനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ കരസ്ഥമാക്കി പുറത്തിറങ്ങാവുന്നതാണ്. 4 വർഷത്തെ കോഴ്സ് പൂർണ്ണമായും പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ ബിരുദമായ BTech ലഭിക്കുകയും ചെയ്യും. 4 സെമസ്റ്ററുകൾ അഥവാ 2 വർഷം ദൈർഘ്യമുള്ള 5 വ്യത്യസ്ത MTech പ്രോഗ്രാമുകളാണ് നിഫ്റ്റ് വാഗ്ദാനം ചെയ്യുന്നത്. ഫുഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് FTM, ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് FPEM, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് FSQM, ഫുഡ് പ്ലാന്റ് ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് FPOM, ഫുഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് FSCM തുടങ്ങിയ 5 സ്പെഷ്യലൈസേഷനോടുകൂടിയുള്ള MTechകൾ സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നു. ടെക്കിന് ആകെ 100 സീറ്റുകളാണ് ഉള്ളത്.
ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് തുടങ്ങിയ 2 MSc കോഴ്സുകൾ കൂടി നിഫ്റ്റിയിൽ ലഭ്യമാണ്. ആകെ 40 സീറ്റുകളാണ് MScക്കുള്ളത്. NTA നടത്തുന്ന CUET PG 2026 സ്കോർ വഴിയാണ് പ്രധാനമായും ഈ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം. സീറ്റുകൾ ഒഴിവ് വരികയാണെങ്കിൽ നിഫ്റ്റം PG പ്രവേശന പരീക്ഷ നടത്തുന്നതുമാണ്. ഭക്ഷ്യകാർഷിക ബിസിനസ് മേഖലയിൽ താൽപ്പര്യമുള്ളവർക്കായി രൂപകൽപ്പന ചെയ്ത 2 വർഷത്തെ ഫുൾ ടൈം MBA കോഴ്സും നിഫ്റ്റിൽ ലഭ്യമാണ്. ആകെ 30 സീറ്റുകളാണ് ഇതിനുള്ളത്. 2025 CAT, MAT, CMAT സ്കോറുകൾ അല്ലെങ്കിൽ നിഫ്റ്റത്തിന്റെ ആഭ്യന്തര പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. തുടർന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഈ MBAയിൽ ഫുഡ് ആൻഡ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് നിർബന്ധിത വിഷയമായിരിക്കും. കൂടാതെ മാർക്കറ്റിംഗ്, ഫൈനാൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുക്കേണ്ടിയും വരും. MBA കോഴ്സിനുള്ള യോഗ്യത ഏതെങ്കിലും ബിരുദത്തിൽ കുറഞ്ഞത് 50% മാർക്ക്, SC/ST വിഭാഗക്കാർക്ക് 45% ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് പ്രയോജനകരമാവും വിധം ഓൺലൈൻ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള 2 വർഷത്തെ കോഴ്സാണ് എക്സിക്യൂട്ടീവ് MBA. എന്നിരുന്നാലും പഠനത്തിന്റെ ഭാഗമായി ഒരാഴ്ചത്തെ ക്യാമ്പസ് ഇമ്മേർഷൻ പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുക്കൽ നിർബന്ധമാണ്. ആകെ 30 സീറ്റുകളാണ് എക്സിക്യൂട്ടീവ് MBAക്കുള്ളത്. എക്സിക്യൂട്ടീവ് MBAയിലേക്കുള്ള പ്രവേശനം CAT, MAT, CMAT, GMAT സ്കോർ അല്ലെങ്കിൽ നിഫ്റ്റം നടത്തുന്ന പരീക്ഷ എന്നിവയിലൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും. എക്സിക്യൂട്ടീവ് MBA പ്രവേശനത്തിന് ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടെയുള്ള 3 വർഷത്തെ ബിരുദവും നിശ്ചിത പ്രവൃത്തി പരിചയവും അത്യാവശ്യമാണ്. ഭക്ഷ്യസാങ്കേതിക വിദ്യയിലും മാനേജ്മെന്റിലും ഗവേഷണത്തിന് താൽപ്പര്യമുള്ളവർക്കായി ഫുഡ് ബിസിനസ് മാനേജ്മെന്റ്, ഫുഡ് എഞ്ചിനീയറിംഗ്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റർഡിസിപ്ലിനറി സയൻസസ്, പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി തുടങ്ങിയ 5 വകുപ്പുകളിൽ ഗവേഷണം നടത്താവുന്നതാണ്. ഗവേഷണ അഭിരുചിയും നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള താൽപ്പര്യവുമാണ് പ്രവേശനത്തിന് പ്രധാനമായും പരിഗണിക്കുന്നത്. അർഹരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായവും സ്ഥാപനം നൽകി വരുന്നുണ്ട്. ബിടെക് പോലുള്ള കോഴ്സുകൾക്ക് പൊതുവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ്, പരീക്ഷാ ഫീസ്, ഹോസ്റ്റൽ വാടക, ലാബ് ചാർജ് എന്നിവയടക്കം 1ാം സെമസ്റ്ററിൽ ഏകദേശം 1,25,100 രൂപയാണ് ഫീസായി വരുന്നത്. അതേസമയം ട്യൂഷൻ ഫീസിൽ പൂർണ്ണ ഇളവുള്ളതിനാൽ SC/ST, PWD വിഭാഗക്കാർക്ക് ഇത് ഏകദേശം 73,450 രൂപ ആയിരിക്കും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് ട്യൂഷൻ ഫീസിൽ പൂർണ്ണ ഇളവ് ലഭിക്കുന്ന സമയത്ത് വാർഷിക വരുമാനം 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ ട്യൂഷൻ ഫീസിന്റെ 2/3 ഭാഗം ഇളവ് ലഭിക്കുന്നതിനും അർഹതയുണ്ട്. അവസാനമായി അപേക്ഷാരീതിയും കരിയർ സാധ്യതകളും പരിചയപ്പെടാം. നിഫ്റ്റം വെബ്സൈറ്റിലൂടെ ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അടുത്ത മാസം അഥവാ ജൂൺ 3-നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി. പ്രവേശന നടപടികളുടെ ഭാഗമായ ജോസ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നവർ അല്ലാത്തവർ നിഫ്റ്റം നേരിട്ട് നടത്തുന്ന അഡ്മിഷനായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക പോർട്ടലായ www.niftam.ac.in എന്ന പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷകർക്ക് ഒന്നിലധികം കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ടെങ്കിലും ഓരോന്നിനും പ്രത്യേകം അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 1000 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ജാതി സംവരണം, അതായത് OBC, NCL, EWS ആവശ്യപ്പെടുന്നവർ 2026 ഏപ്രിൽ 1 ശേഷം ലഭിച്ച പുതിയ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. സംശയ നിവാരണത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിലെ ഹെൽപ്പ് ഡെസ്ക് സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്.